തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മുണ്ടിനീരിന് ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്നുമാറി നൽകിയതായി കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ഡോക്ടർ എഴുതിയ മരുന്നിന് പകരം കുട്ടിക്ക് ബിപിയുടെ മരുന്ന് നൽകിയെന്നാണ് പരാതി. ഈ മാസം 3-ാം തീയതി മുണ്ടിനീര് ചികിത്സയ്ക്കായാണ് പാലപ്പള്ളി കാരിക്കുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകനെ വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഡോക്ടർ എഴുതിയ മരുന്നിന് പകരം ഫാർമസിയിൽ നിന്ന് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നാണ് നൽകിയത്. തുടർന്ന് 3 ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് കടുത്ത തലവേദനയും ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോദിക്കേണ്ടായത് ഗുളിക കുട്ടിക്ക് ഇത്രയും അതായത് 4-5 വയസ്സായ എൻ്റെ കുട്ടിക്കാണ് വേദനയുടെ ഗുളികക്ക് പകരം അവർ തന്നത് ബിപിയുടെ ഗുളിക. അപ്പോൾ കുട്ടിക്ക് ഇത് കഴിച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിലും അവർ പോയി മെഡിസിനിൽ പോയി ചോദിച്ചപ്പോൾ ഫാർമസിയിൽ മരുന്ന് ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ ഈ ആള് പറഞ്ഞത് ഈ ഗുളിക അവിടുന്ന് തന്ന ഗുളിക അല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 4 ഗുളിക എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ കിട്ടിയ ഗുളികയാണ്. അപ്പോൾ ഇതിനെതിരെ ഞാൻ കലാരകുന്നത്തെ മെഡിക്കൽ ഓഫീസറിനും DMOക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതി അവർ സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. മരുന്നുമാറി നൽകിയ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയാണ് കബീർ ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയത്. ഈ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ DMO നിർദ്ദേശം നൽകിയത്. അതേസമയം മാറി നൽകിയ മരുന്ന് അന്നേ ദിവസം ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് വരന്തരപ്പള്ളി ആശുപത്രി അധികൃതരുടെ വാദം. ഇക്കാര്യം ഉൾപ്പെടെ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരും. അമൃത ന്യൂസ്, തൃശൂർ.